പലപ്പോഴും കാര്യപ്രാപ്തിയില്ല, ഉത്തരവാദിത്വ ബോധമില്ല എന്നൊക്കെ എല്ലാവരും മുദ്ര കുത്തുന്ന ഒരു സമൂഹമാണ് ജെൻസി. എന്നാൽ ഇതേ ജെൻസി പിള്ളേര് തന്നെയാണ് ഒരു ഗവൺമെന്റിനെ മൊത്തമായിട്ട് താഴെ ഇറക്കുന്നതും വെറും 2 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ പ്രധാനമന്ത്രിനെ തെരഞ്ഞെടുക്കുന്നതും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഇലക്ഷൻ നടക്കുന്നത് പോളിംഗ് ബൂത്തിലല്ല, മറിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡിസ്കോഡിലാണ്. ഇതൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ധൃതി പിടിച്ചിട്ടുള്ള ഒരു മാറ്റമായിട്ട് തോന്നാം. പക്ഷെ 17 വർഷം നീണ്ടു നിന്ന അടിച്ചമർത്തലിനും അഴിമതിക്കും ഒരു സമൂഹം കൊടുത്ത മറുപടിയായിരുന്നു അത്. 2008 രാജഭരണം മാറി ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ നിലവിൽ വരുന്നത്. പക്ഷെ ഡെമോക്രസി എന്നുള്ളത് അവരുടെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 17 വർഷത്തില് 13 തവണയാണ് അവിടെ ഗവൺമെന്റ് മാറി മാറി വന്നത്. ഇതിൽ തന്നെ ഇപ്പൊ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മയോളി, ഷേർ ബഹദൂർ, പുഷ്പകർമ്മ ദയാൽ, ഇവര് 3 പേരും 8 തവണയാണ് മാറി മാറി പ്രധാനമന്ത്രിയായത്. അവർക്കതൊരു കസേരകളിയായിരുന്നു. അത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു നേപ്പാളിലേത്. ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പോലും ഇത്രയും അഴിമതി നടന്നിട്ടും ഇവർക്കെതിരെ ഒരു അന്വേഷണം പോലും വന്നിട്ടില്ല. ഇതിന്റെ കാരണം 2006 നിലവിൽ വന്നിട്ടുള്ള നേപ്പാൾ ആർമി ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം ഗവൺമെന്റ് ഒഫീഷ്യൽസോ ആർമി ഒഫീഷ്യൽസോ എന്തെങ്കിലും റിഫോം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവില്ല. അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു അവര്. ഈ ഒരു സിസ്റ്റത്തിന്റെ കഴിവുകേട് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്നത് അവിടുത്തെ സാധാരണക്കാർ തന്നെയായിരുന്നു. 20% നേപ്പാളിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു 5 പേര് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ജോലിയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് 3 കോടി ജനസംഖ്യയുള്ള നേപ്പാളിൽ നിന്നും 70 ലക്ഷത്തോളം ആൾക്കാർക്ക് ജോലിക്കും പഠനാവശ്യങ്ങൾക്കും വേണ്ടി രാജ്യം വിട്ട് പുറത്തു പോകേണ്ടി വന്നത്. നിലനിൽപ്പിന് വേണ്ടി എന്ത് ജോലി ചെയ്യാനും അവർ തയ്യാറായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തില് റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ 15,000 നേപ്പാൾ പൗരന്മാര് തയ്യാറാവുന്നത്. ഇത്രയും സഹികെട്ട് നിന്നിരുന്ന ആ സമൂഹത്തെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് സെപ്റ്റംബർ 5 നടന്ന ആ സോഷ്യൽ മീഡിയ ബാനാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ തുടങ്ങിയ 26ഓളം ആപ്പുകളാണ് ഗവൺമെന്റ് ബാൻ ചെയ്യുന്നത്. ഈ ഒരു ബാൻ വഴി വിദേശത്തുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ അവർക്ക് പറ്റാതെയായി. കുറെ ഓൺലൈൻ ബിസിനസ്സുകളെ അത് ബാധിച്ചു. ഇതിലുപരി അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഇതിൽ പ്രകോപിതരായാണ് സെപ്റ്റംബർ 8 ഹാമി നേപ്പാൾ എന്നൊരു NGO ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം. എന്നാൽ നേപ്പാൾ ആർമി ഇതിനെ നേരിട്ടത് ജലപീരങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ചായിരുന്നു. ഇവിടെ നിന്നാണ് ആ പ്രതിഷേധം കുറച്ച് വയലന്റ് ആവുന്നത്. അതിനുശേഷം പ്രതിഷേധക്കാർ പാർലമെന്റ് ആക്രമിച്ചു. എന്നാൽ നേപ്പാൾ ആർമി അവരെ നേരിട്ടത് ആയുധം വെച്ചായിരുന്നു. ആ ഒരു പോരാട്ടത്തില് 19 നേപ്പാൾ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൂടാതെ 1000ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് ഗവൺമെന്റ് കർഫ്യൂ ഒക്കെ നടപ്പിലാക്കിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അവസാനം അവർക്ക് രാജിവെക്കേണ്ടി വന്നു. ആ സമരത്തിലുണ്ടായിരുന്ന ഒരു പ്ലക്കാർഡില് ഇങ്ങനെ എഴുതിയിരുന്നു: രാഷ്ട്രീയക്കാരുടെ മക്കള് പുറത്തുനിന്ന് ഗുച്ചി ബാഗ് കൊണ്ടുവരുമ്പോ അവിടുത്തെ സാധാരണക്കാര് ശവപ്പെട്ടിയിലായിരുന്നു തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് തന്നെ അവിടുത്തെ സാധാരണക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാവും. രാഷ്ട്രീയക്കാരും അവരുടെ മക്കളും വളരെ പോഷായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറെ വിമർശനങ്ങൾ വന്നു തുടങ്ങിയ സമയത്താണ് ഹെയ്റ്റ് സ്പീച്ച് തടയാനെന്ന പേരിൽ ഗവൺമെന്റ് ആ ഒരു സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടുവന്നത്. ഇതാണ് നേപ്പാളിന്റെ കഥ. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം നടത്തിയ പോരാട്ടത്തിന്റെ കഥ.